സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 വട്ടം ചൊല്ലുക. എന്നിട്ട് റുക്കോയിലേക്ക് പോവുക. റുക്കോയിൽ 10 വട്ടം ചൊല്ലുക, റുക്കോയിന്റെ ദിക്റിന് പുറമെ. പിന്നെ ഇഅ്തിദാലിലേക്ക് വരിക, ഇഅ്തിദാലിലെ ദിക്റിന് പുറമെ 10 വട്ടം. പിന്നെ സുജൂദിലേക്ക് പോവുക, സുജൂദിലെ ദിക്റിന് പുറമെ 10 വട്ടം. പിന്നെ ഇടയിലുള്ള ഇരുത്തത്തിൽ വരിക, ഇടയിലെ ഇരുത്തത്തിലെ ദുആന്റെ ആ ദുആക്ക് ശേഷം 10 വട്ടം. രണ്ടാമത്തെ സുജൂദിൽ അതിന്റെ ദിക്റിന് ശേഷം 10 വട്ടം. അത് കഴിഞ്ഞ് ജിൽസത്തുൽ ഇസ്തിറാഹയിൽ ഒരു ഇരുത്തം ഇരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞു. സ്വലാത്തുൽ തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഫീ കുല്ലി യൗമിൻ മറ, ദിവസം ഒരു തവണ ചെയ്യാൻ കഴിയുമെങ്കിൽ ഫഫഅൽ ചെയ്യ്. വീട്ടിൽ ഒതുങ്ങി വലിയ പണിയൊന്നും ഇല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ ഇല്ലേ? അങ്ങനത്തെ ആളുകൾ അവർ മൊബൈൽ കൊണ്ട് സമയം കളയുന്നു, ചിലർ ടി വിയിൽ വാർത്തയും മറ്റും കാണുന്നു, ചില ആളുകൾ പത്രങ്ങൾ മടക്കി വായിച്ച് നേരം കളയുന്നു. എന്നിട്ട് എന്താ ലഭിക്കാനുള്ളത്? അതേ സമയത്ത് ഇന്ന് മുതൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഫീ കുല്ലി യൗമിൻ മറ, ദിവസം ഒരു വട്ടെങ്കിലും അത് ചെയ്യാം. ഏതെങ്കിലും ഒരു സമയം, ഒരിക്കൽ ദുഹാ സമയം, ദുഹാ നിസ്കരിച്ചിട്ട് തസ്ബീഹ് കൂടി നിസ്കരിക്കുക. ദൈനംദിനം നമ്മളെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാതെ ചെയ്യേണ്ടത് ചില അമലുകൾ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചില അമലുകളുണ്ട്. പ്രധാനപ്പെട്ട ചില പ്രത്യേകമായ അമലുകൾ ദിവസം ചെയ്താൽ തന്നെ വളരെ നല്ലത്. ആഴ്ചയിൽ ഒരിക്കൽ പോലും വിട്ടുകളയാൻ എന്നത് ഗുണകരമല്ലാത്ത, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ വലിയ നേട്ടമുണ്ടാകുന്ന ചില അമലുകൾ. അത്തരം അമലുകൾ അതിന്റെ പ്രാധാന്യങ്ങൾ ഇവിടെ പറയും. ചില അമലുകളോ ദൈനംദിനം ആഴ്ചയിൽ ചെയ്യുന്നതോടുകൂടെ തന്നെ ദൈനംദിനം ശ്രദ്ധിക്കേണ്ട ചില അമലുകളുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളും പറയും. ഇതിന്റെ തന്നെ വിശദമായ വേറെ ചില കാര്യങ്ങളുണ്ട്, അത് മറ്റൊരിക്കൽ പറയും ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്ന് ബഹുമാനപ്പെട്ട സ്വലാത്തു തസ്ബീഹ് തന്നെ. സ്വലാത്തു തസ്ബീഹ് ഒരാൾ ഒരു ദിവസം ഒരു തവണ ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിവാക്കാതിരിക്കുന്നതും വളരെ നല്ലതാണ്. നിസ്സാരമായ ഒരു സമയത്തിനുള്ളിൽ കുറഞ്ഞ ഒരു സമയം ചെലവഴിച്ചാൽ ആർക്കും ചെയ്യാൻ കഴിയും. ബഹുമാനപ്പെട്ട സ്വലാത്തു തസ്ബീഹ് എന്ന് പറഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിന്റെ തസ്ബീഹ് നിസ്കാരം, സ്വലാത്തു തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തസ്ബീഹ് നിസ്കാരം. ഈ തസ്ബീഹ് നിസ്കാരം എന്ന അമല് ബഹുമാനപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതുമായി ബന്ധപ്പെട്ട ആ ദിക്റിനുമായി ബന്ധപ്പെട്ട ഒരു നിസ്കാരമാണ്. ഒരു ഖാസായ നിസ്കാരം തന്നെയാണ്. ഈ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ദിക്റിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാമല്ലോ. ആ ദിക്ർ സത്യത്തിൽ പരലോകത്തെ ഒരു പ്രത്യേകമായ, സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ അവന്റെ ഉദ്യാനത്തിലെ ഒരു ചെടിയാണ്. അത് എത്രമേൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നോ അത്രമേൽ അവന്റെ സ്വർഗം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ മിഅ്റാജിന്റെ രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു കാരണവശാലും ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ഒരു അമല്, ആ ഒരു ദിക്ർ, ഔസി ഉമ്മത്തക, അങ്ങയുടെ ഉമ്മത്തിനോട് അത് വസിയത്ത് ചെയ്യുകയും അതവർക്ക് സ്വർഗത്തിലെ വലിയ നിധിയായും സ്വർഗത്തിലെ വലിയ മനോഹരമായ ഉദ്യാനമായും ലഭിക്കുമെന്നും മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ദിക്റിന്റെ പ്രാധാന്യം. മാത്രമല്ല ആ ദിക്റിന് വേറെയും പ്രാധാന്യമുണ്ടല്ലോ. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 വാക്കുകളാണ്. വഹുന്ന മിനൽ ഖുർആനി, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് ഖുർആനിലുണ്ട്. ഏതാണ് 4 വാക്ക്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും എല്ലാം ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ അതാണ്. ബഹുമാനപ്പെട്ട മലായിക്കത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റും അതാണ്. മലായിക്കത്ത് അവരുടെ സഞ്ചാരങ്ങളിലെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും അതാണ്. വാനലോകത്തെ ബൈത്തുൽ മഅമൂറിനെ ബഹുമാനപ്പെട്ട മലക്കുകൾ തവാഫ് ചെയ്യും. ആ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളകളിൽ മഹാന്മാരായ മലായിക്കത്ത് തവാഫിൽ ചെല്ലുന്ന ദിക്റും ഇത് തന്നെയാണ്. അതുകൊണ്ടൊരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഈ തസ്ബീഹ് നിസ്കാരത്തെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ അത് ചെയ്യുന്നത് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് മറ്റു പല ആളുകളും അത് ഗൗരവമായി പരിഗണിക്കൂല.
അതിൻ്റെ ഒരു പ്രാധാന്യം അതെപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ലാതെ ചിലർ അതിന് അത്ര ഗൗരവമായ പ്രാധാന്യം കൊടുക്കില്ല. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കൂല. ഈ അമലുകളൊക്കെ ഉള്ള നേട്ടം ആ അമലുകൾ നമുക്ക് ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. അള്ളാഹുമായുള്ള ആ ഒരു പ്രത്യേകമായ ഒരു മുനാജാത്ത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഈ വചനം കൊണ്ട് നമ്മൾ അള്ളാഹുമായി മുനാജാത്ത് ചെയ്യണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ മെഹറാജാണല്ലോ, അള്ളാഹുവിലേക്ക് അടിമ കയറിപ്പോലാണല്ലോ. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിക്ർ കൊണ്ട് ശറഅാക്കപ്പെട്ട ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹും നമ്മളും തമ്മിലുള്ള അകലം കുറയുകയും വീണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സാലിഹ്യങ്ങളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാര് ദിവസം ഒരു തവണയെങ്കിലും തസ്ബീഹ് നിസ്കാരം പതിവാക്കിയിരുന്നത്. മുൻഗാമികളായ സാധാരണക്കാരായ സാലിഹ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യും. ദിവസേന ചെയ്യുന്നവരുണ്ടായിരുന്നു ധാരാളം. എല്ലാ ദിവസമുള്ള ഒരു പ്രത്യേക സുന്നത്താണത്. ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമാണത്. ഓരോ ദിവസവും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഇഷ്ടംപോലെ മഹാന്മാരുണ്ടായിരുന്നു ചരിത്രത്തിൽ. ഞാൻ ആ ഭാഗത്തേക്ക് പോരാ. ഈ അത്രയും പ്രധാനപ്പെട്ട ഈ അമലിനെ നമ്മൾ യാതൊരു കാരണവശാലും സാരവൽക്കരിക്കരുത്. അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം അധികരിക്കും. അള്ളാഹുമായി ബന്ധം അധികരിച്ചാലുള്ള ഗുണം എന്താണ്? അള്ളാഹും അവനും തമ്മിൽ ഹിജാബില്ലാതെയാവും, മറയില്ലാതാവും. മറയില്ലാതായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് മറയില്ലാതായുള്ള നേട്ടം നമുക്കറിയാലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല പറയാണ്, മൂസ അള്ളാഹുമായി സംസാരിച്ചു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അപ്പോൾ മൂസാ നബി ചോദിച്ചു, റബ്ബേ ഇത്രയേറെ നീ എനിക്ക് ഫദ്ൽ നൽകി, ഇങ്ങനെ നീ ഫദ്ൽ നൽകുന്ന വേറെ ആരെങ്കിലും എല്ലാ സമുദായങ്ങളും ഉണ്ടോ? അപ്പോൾ അള്ളാഹു തആല മൂസാ നബിയോട് പറയും, ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കിടയിൽ 70,000 മറയുണ്ട്. എന്നാൽ അവസാനം വരുന്ന നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദായമുണ്ട്. ആ സമുദായത്തിന് ഞാൻ റമളാൻ മാസത്തിൽ നോമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നോമ്പ് തുറക്കുന്ന നേരത്തെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഞാനും അവരും തമ്മിൽ ഒരു മറ പോലും ഉണ്ടാവില്ല. അതായത് മഹാനായ മൂസാ നബിയും അള്ളാഹു സംസാരിച്ചപ്പോൾ 70,000 മറണ്ട്. നോമ്പ് തുറക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറ ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? നോമ്പ് തുറക്കുന്ന നേരത്തെ നമ്മൾ ദുആ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ മറയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരു നേരമാണത്. മറയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രയാണ് എന്നതുപോലെയാണ് ഈ അമൽ. നമ്മളും അള്ളാഹും തമ്മിലുള്ള മറ നീക്കൊണ്ടേയിരിക്കും. അവനാണ് മുഖറബ് എന്ന് പറയാം. വസ്സാബിഖൂന സാബിഖൂന ഉലൈക്കൽ മുഖറബൂൻ. നന്മയിലേക്ക് മുൻകടന്ന് ചെയ്യുക, വീണ്ടും ചെയ്യുക, മുൻകടന്ന് വീണ്ടും മുൻകടക്കുക. വസ്സാബിഖൂന സാബിഖൂന ഉലൈക്കൽ മുഖറബൂൻ. അവർ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള നേട്ടം എന്താണ്? അവർക്ക് ഖബർ തന്നെ സുഗന്ധത്തോട്ടമാക്കി കൊടുക്കും. فأما إن كان من المقربين فروح وريحان وجنة نعيم. فأما إن كان من المقربين, അവൻ മുഖറബീങ്ങളിൽപ്പെട്ട ആളായി മാറിയാൽ, അതായത് അള്ളാഹുമായി ഇഷ്ടപ്പെട്ട അമലുകൾ ഇങ്ങനെ അധികം ചെയ്യുക, അതിൽപ്പെട്ട ഒരു അമല തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം അധികമായി ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു മുഖറബായി മാറും. എന്നാൽ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം, ഫറൗഹും വറൈഹാനും, വലിയ ആനന്ദം ഉണ്ടാകും, വലിയ സുഗന്ധത്തോട്ടം ഉണ്ടാകും. മനോഹരമായ സുഗന്ധത്തിലെ തോട്ടം എവിടെ ഉണ്ടാകും? ഖബർ തന്നെ ഉണ്ടാവും. സ്വർഗം പിന്നെയും ഉണ്ടാവും. ഖബർ തന്നെ സുഗന്ധത്തോട്ടമായി മാറും. യുമദ്ദു ലഹു മദ്ദ ബസരിഹി, മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം ചിരിച്ചുകൊണ്ടല്ലാതെ ഈ മനുഷ്യനെ അഭിമുഖീകരിക്കുകയേ ഇല്ല. ഒരു തസ്ബീഹ് നിസ്കാരം എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഇനി റമളാൻ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കുറഞ്ഞ ദിവസമാണ് ഇനി. കുറഞ്ഞ ദിവസം ഇതാ ഇന്ന് 22 നോമ്പാണ്. കുറഞ്ഞ ദിവസമേ ഉള്ളൂ. എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിച്ചു പോകും. റമളാൻ കഴിഞ്ഞാലോ കഴിയുമെങ്കിൽ നിലനിർത്തുക, അല്ല ആഴ്ചയിലൊരിക്കലും നിലനിർത്തുക. വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന വൃദ്ധന്മാര്, വൃദ്ധകള്, മധ്യവയസ്കന്മാര്, പണിയൊക്കെ അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ മക്കൾ നോക്കുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായ അങ്ങനത്തെ ഇഷ്ടം പോലെ ആളുകൾ ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ടല്ലോ. ഇഷ്ടം പോലെ ആളുകൾ. ഒരു കാലത്ത് ഗൾഫും അധ്വാനമൊക്കെ ആയിരുന്നു. പിന്നെ അല്ലാഹു നിഅമത്ത് ചെയ്ത് ഇപ്പോൾ വീടായി, പള്ളിയായി, മറ്റ് അത്യാവശ്യം കാര്യങ്ങൾ നടത്തുന്നു. കാര്യങ്ങളെല്ലാം മക്കൾ നിർവഹിക്കാനുണ്ട്, മക്കൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ നിഅമത്താണ്. അല്ലാഹു മനുഷ്യൻ കൊടുക്കുന്ന വലിയ നിഅമത്താണ്. കാര്യങ്ങളൊക്കെ അല്ലാഹു അങ്ങനെ നടന്നു പോകും.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീട്, പള്ളി, ദീൻ കാര്യങ്ങൾ, അവർ അത്യാവശ്യം മാർക്കറ്റിൽ പോയി എന്തോ സാധനം കൊണ്ടുവരണം, കുടുംബ വീടുകളിൽ ഇടക്കിടക്കൊന്ന് പോകണം, അല്ലാത്ത പണിയൊന്നും ഉണ്ടാവില്ല. വീടുകളിൽ ഒടുങ്ങും. പിന്നെ ഇബാദത്തും കാര്യം അത് അള്ളാഹു അവസാന കാലഘട്ടത്തിൽ നമുക്കൊരു അള്ളാഹിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പെൻഷൻ കാലത്തൊരു കോട്ടയാണ്. അള്ളാഹു ഒരു പ്രത്യേക അനുഗ്രഹം ചെയ്യണം. അത്തരം ആളുകൾക്ക് ദിവസം ചെയ്യാൻ കഴിയും. ഒരു 300 തസ്ബീഹ് കൊണ്ട് എന്ത് ചെയ്യാൻ? 4 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിനും 75 തസ്ബീഹ് വീതം. അങ്ങനെ പകലാണെങ്കിൽ 4 റക്അത്ത് കഴിഞ്ഞ് ഒറ്റ സലാം വീട്ടൽ. ഇടയിൽ അത്തഹിയാത്തൊന്നുമില്ല. 4 റക്അത്ത് കഴിഞ്ഞ് ഒറ്റ സലാം വീട്ടൽ. രാത്രിയാണെങ്കിലോ 2 റക്അത്ത് സലാം വിട്ട്. എന്തുകൊണ്ട്? സ്വലാത്തുൽ ലൈലി മസ്ന. രാത്രി നമസ്കാരങ്ങളെല്ലാം ഈ രണ്ടാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊക്കെ ചെയ്യാം. 2 റക്അത്തിൽ തഹിയാത്ത് സലാം വീട്ടിയിട്ട് അടുത്ത 2 റക്അത്ത് പകലും അങ്ങനെയും ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റും. ഏതായാലും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം അത് അതിനെപ്പറ്റി കേട്ടിട്ട് അതിനൊരാൾ അറിഞ്ഞിട്ട് അതിനെ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ ദീനിനെ നിസ്സാരപ്പെടുത്തിയ ആളല്ലാതെ അങ്ങനെ ചെയ്യൂല എന്നും ബഹുമാനപ്പെട്ട മഹാനായ ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ ഇതുപോലെ തത്വമായി രേഖപ്പെടുത്തി. ചിന്തിക്ക്. സ്വലാത്തു തസ്ബീഹ് ويستحب أن لا يخلو الأسبوع عنها مرة واحدة. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിയുമെങ്കിൽ ചെയ്യാം. നിനക്ക് കഴിയുമെങ്കിൽ ബഹുമാനപ്പെട്ട ഇതിന്റെ വ്യാഖ്യാനത്തിൽ സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു ഇആനത്തു ത്വാലിബീൻ രേഖപ്പെടുത്തുന്നു. നിനക്ക് കഴിയുമെങ്കിൽ സ്വലാത്തുൽ തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഫീ കുല്ലി യൗമിൻ മറ, ദിവസം ഒരു തവണ ചെയ്യാൻ കഴിയുമെങ്കിൽ ഫഫഅൽ ചെയ്യ്. വീട്ടിൽ ഒതുങ്ങി വലിയ പണിയൊന്നും ഇല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ ഇല്ലേ? അങ്ങനത്തെ ആളുകൾ അവർ മൊബൈൽ കൊണ്ട് സമയം കളയുന്നു. ചിലർ ടി വിയിൽ വാർത്തയും മറ്റും കാണുന്നു. ചില ആളുകൾ പത്രങ്ങൾ മടക്കി വായിച്ച് നേരം കളയുന്നു. എന്നിട്ട് എന്താ ലഭിക്കാനുള്ളത്? അതേ സമയത്ത് ഇന്ന് മുതൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഫീ കുല്ലി യൗമിൻ മറ, ദിവസം ഒരു വട്ടെങ്കിലും അത് ചെയ്യാം. ഏതെങ്കിലും ഒരു സമയം, ഒരിക്കൽ ളുഹാ നിസ്കരിച്ചിട്ട് തസ്ബീഹ് കൂടി നിസ്കരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ രാത്രിയിലെ തഹജ്ജുദിന്റെ നേരത്ത് കുറച്ച് വിശാലമായ സമയം കണ്ടെത്തി ചെയ്യുക. പകലൊക്കെ ആണെങ്കിലോ രാത്രി വേറെയും കുറെ അമലുകൾ ഉണ്ടാവും. രാത്രി ചെയ്യേണ്ട അമലുകൾ വേറെയും ഒക്കെ ഉണ്ടാവും. പവിത്ര നമസ്കാരം 11 റക്അത്ത് പൂർത്തിയായി നിസ്കരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേ സമയത്ത് സ്വലാത്തു തസ്ബീഹിന് ഇത്തരം ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾക്ക് നല്ലത് എന്താണ്? അവർക്ക് പകലൊക്കെ തന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ളുഹായുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ ചർച്ച ചെയ്യുന്നുണ്ട്. ളുഹായുമായി ബന്ധപ്പെട്ട അമലി ഇൻഷാ അല്ലാഹു ഞായറാഴ്ച ളുഹാ നിസ്കാരത്തെ പറ്റി ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച ഇടക്കാലത്ത് അത് ചില സാങ്കേതിക തകരാറ് കൊണ്ടത് നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹു അത് ഞായറാഴ്ച നമ്മുടെ പരിപാടിയായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹു. ആ സ്വലാത്തുൽ ളുഹാക്ക് വേണ്ടി ആണുങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കൽ വളരെ നല്ലതാണ്. ആ കൂട്ടത്തിൽ തസ്ബീഹും കൂടി നിസ്കരിച്ചാളൂ. പെണ്ണുങ്ങളോ അവരുടെ മുസല്ലയിൽ തങ്ങൾ നിർവഹിച്ചോളൂ. പിന്നെ പ്രത്യേകിച്ച് ഇനി ഈ വയസ്സായ സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല, അല്ലാത്തവർക്കും ഞാൻ പറയാം. തൊഴിലിന് വേണ്ടി ഭർത്താക്കന്മാരൊക്കെ നേരം വെളുത്താൽ പോകും. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ കുറഞ്ഞ നേരത്തെ പണി കൊണ്ട് കാര്യങ്ങളൊക്കെ തീരും. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എങ്ങനെയാണെങ്കിലും ഒരു 10-9 മണി 9:30 ഒക്കെ ആകുമ്പോഴത്തേന് റാഹത്തായി. രാവിലെ കുട്ടികൾ പോകുന്ന കുറഞ്ഞ നേരത്തിൽ ഒഴിവുണ്ടാവും. പിന്നെ എന്ത് ചെയ്യാ? ളുഹാ നിസ്കരിച്ചു. പിന്നെ എന്തും ചെയ്യാ? തസ്ബീഹ് നിസ്കരിച്ചു. എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കാരം പതിവാക്കി. എന്റെ അടിമ സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് ഞാനാവും, അവന്റെ കൈ ഞാനാവും, അവന്റെ കാല് ഞാനാവും, അവന്റെ ചെവി ഞാനാവുന്ന. എന്റെ അർത്ഥം എന്താ? ഒരർത്ഥം എന്താണ്? അവന്റെ കൈയാണ് പൊന്തിച്ചാൽ അള്ളാഹു ആ കൈമൽ അള്ളാഹിന്റെ ഒരു പ്രത്യേക തൗഫീഖ് ഉണ്ടാവും. ആ ഉത്തരം കിട്ടും. അവനെവിടെ തൊട്ടാലും ഒരു ബർക്കത്തുണ്ടാവും. ഇന്നി അബ്ദുല്ലാഹി അതാനിയൽ കിതാബ വജഅലനി നബിയൻ വജഅലനി മുബാറക് എന്ന് പറഞ്ഞില്ലേ? എവിടെ തൊട്ടാലും ബർക്കത്തുണ്ടാവും. ആ ഉമ്മ അടുക്കളയിലുണ്ടെങ്കിൽ അടുക്കളയിൽ ബർക്കത്തുണ്ടാവും. ആ പെണ്ണിന് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും. ആ പെണ്ണിന് എവിടെ ഉണ്ടെങ്കിൽ അവിടെ ബർക്കത്തുണ്ടാവും.
എല്ലാ ദിവസവും തസ്ബീഹ് സ്കെച്ചോ പെണ്ണുങ്ങൾക്ക് സമയമില്ലേ? കുറഞ്ഞ നേരം പോരെ അള്ളാഹുവിലേക്ക് മുഖറബാകാൻ. അവളുടെ നടക്കുന്ന കാല് ഞാനാവും എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തിലേക്ക് ആ കാല് നടക്കൂല. ആ കാലിന് സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് പറക്കട്ടുണ്ടാവും. ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേക, അതിന്റെ ഒരു പ്രാഥമിക സാരം. അല്ലാത്ത സാരങ്ങൾ ഇഷ്ടം പോലെ വേറെയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, തസ്ബീഹ് നിസ്കാരം കഴിയും. എങ്ങനെ തസ്ബീഹ് നിസ്കരിക്കേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേ, മഹാനായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബീബാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങളോട് ഹബീബാൻ നബി പറഞ്ഞു, അലാ ഉഅതിയക അലാ അംനഹക അലാ അഹബുക ബി ശൈഇൻ ഇദാ അൻത ഫഅൽതഹു വഫറല്ലാഹു ലക ദംബക അവലഹു വആഖിറഹു ഖദീമഹു വഹദീഥഹു വഹതഅഹു വഅംദഹു വസിറഹു വഅലാനിയതഹു. ഞാൻ 4 നിസ്കാരം ഒരു അമല് പഠിപ്പിച്ചു തരാം, അത് ചെയ്താലോ? മുമ്പ് ചെയ്തതും പിമ്പ് ചെയ്തതും, അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും, രഹസ്യമായതും പരസ്യമായതും എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അള്ളാഹിന്റെ പൊരുത്തക്കാരനാവും, അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവനാകും. എന്താണത്? തുസല്ലി 4 റക്അത്തിൻ, 4 റക്അത്ത് നിസ്കരിക്കുക. തഖറഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബി വസൂറ. ഓരോ റക്അത്തിലും ഫാത്തിഹയും ഒരു സൂറത്ത് ഓതുക. ചില മഹാന്മാർ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും അൽഹാകും തകാസുറും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും വൽ അസ്രി സൂറത്തും, പിന്നെ മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് അവനവന്റെ സൗകര്യം പോലെ ചെയ്യുക. അതിൽ ഇന്ന സൂറത്ത് എന്ന് കണിശ നിർബന്ധമൊന്നുമില്ല എവിടെയും. ഇതൊരു നല്ല ശൈലിയായിട്ട് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ റക്അത്തിൽ അൽഹാകും തകാസുർ, രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്രി, മൂന്നാമത്തെ റക്അത്തിൽ കാഫിറൂന, നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ചില രേഖകൾ ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. فإذا فرغت من القراءة في أول ركعة وأنت قائم. സൂറത്തും കൂടി ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? തഖൂൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 മറ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, അതായത് ഫാത്തിഹ ഓതി തക്ബീർ കെട്ടി ഞാനിതാ തസ്ബീഹ് നിസ്കരിക്കുന്നു നിയത്ത് ചെയ്തു. 4 റക്അത്ത് ഒന്നിച്ചാണെങ്കിൽ അങ്ങനെ നിയത്ത് ചെയ്യാം. അല്ലെങ്കിൽ 2 റക്അത്താണെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നു അങ്ങനെ നിയത്ത് ചെയ്യാം. 2 റക്അത്ത് പിന്നെ 2 റക്അത്ത് നിയത്ത് ചെയ്യാം. അങ്ങനെ ആ 2 റക്അത്ത് നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ദുആഉൽ ഇഫ്തിതാഹായ അജ്ഹത്ത് ഓതി, പിന്നെ ബഹുമാനപ്പെട്ട ഫാത്തിഹ സൂറത്ത് ഓതി, ഫാത്തിഹ സൂറത്ത് ഓതി, ഒരു സൂറത്ത് ഓതി, ഏത് എന്റെ സൗകര്യം പോലെ ചെയ്യും. ആ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ? 15 തവണ റുക്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 വട്ടം ചൊല്ലുക. എന്നിട്ട് റുക്കോയിലേക്ക് പോവുക. റുക്കോയിൽ 10 വട്ടം ചൊല്ലുക, റുക്കോയിന്റെ ദിക്റിന് പുറമെ. പിന്നെ ഇഅ്തിദാലിലേക്ക് വരിക, ഇഅ്തിദാലിലെ ദിക്റിന് പുറമെ 10 വട്ടം. പിന്നെ സുജൂദിലേക്ക് പോവുക, സുജൂദിലെ ദിക്റിന് പുറമെ 10 വട്ടം. പിന്നെ ഇടയിലുള്ള ഇരുത്തത്തിൽ വരിക, ഇടയിലെ ഇരുത്തത്തിലെ ദുആന്റെ ആ ദുആക്ക് ശേഷം 10 വട്ടം. രണ്ടാമത്തെ സുജൂദിൽ അതിന്റെ ദിക്റിന് ശേഷം 10 വട്ടം. അത് കഴിഞ്ഞ് ജിൽസത്തുൽ ഇസ്തിറാഹയിൽ ഒരു ഇരുത്തം ഇരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞു. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് എണീക്കുന്നതിന്റെ എണീക്കലിൽ എണീക്കുമ്പോൾ സുജൂദിൽ നിന്ന് ഒരു ഇരുത്തം ഇരിക്കുക, ഒരു ചെറിയ ഇരുത്തം, അവിടെയും ഒരു 10 വട്ടം ചെല്ലുക. എന്നിട്ട് 2ാമത്തെ റക്അത്ത്. ഇതാണ് ഒരു ശൈലി. ഇനി വേറെയും ശൈലിയുണ്ട്. അപ്പോൾ 75 വട്ടമായി ഒരു റക്അത്തിൽ. അങ്ങനെ ആവും 4 റക്അത്തിൽ 300 ആവും. ഫാത്തിഹ കഴിഞ്ഞ് ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ 15 വട്ടം. പിന്നെ റുക്കോയിൽ 10, അപ്പോൾ 25ആയി. പിന്നെ ഇഅ്തിദാലിൽ 10, 35ആയി. പിന്നെ സുജൂദിൽ 10, 45ആയി. സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ 10, 55ആയി. പിന്നെ രണ്ടാമത്തെ സുജൂദിൽ 10, 65ആയി. പിന്നെ സുജൂദും കഴിഞ്ഞിട്ടുള്ള ഇരുത്തത്തിൽ 10, 75ആയി. ഇതൊരു ശൈലിയാണ്. ഇനി രണ്ടാമത്തെ ശൈലി, വേറൊരു ശൈലിയുണ്ട്. അതെങ്ങനെ രണ്ടാമത്തെ ശൈലി? വജ്ഹത്ത് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് കയറി, വജ്ഹത്ത് കഴിഞ്ഞു, ഫാത്തിഹ തുടങ്ങിയിട്ടില്ല, 15 വട്ടം. പിന്നെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞിട്ട് 10 വട്ടം. അപ്പോൾ നൃത്തത്തിൽ തന്നെ 25 വട്ടം. പിന്നെ റുക്കോയിൽ 10, ഇഅ്തിദാലിൽ 10, സുജൂദിൽ 10, ഇരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിൽ 10, അപ്പോൾ പിന്നെ 75ആയി. അപ്പോൾ പിന്നെ ജിൽസത്തുൽ ഇസ്തിറാഹയിൽ പിന്നെ അവിടെ 10 ചെല്ലേണ്ടതില്ല. ജിൽസത്തുൽ ഇസ്തിറാഹ ചെറിയ ഒരു വിശ്രമമാണ്.
ചെയ്യാം. അങ്ങനെയുമാകാം, ഇങ്ങനെയും അവനവന്റെ സൗകര്യത്തിന് ചെയ്യാം. അവനവന്റെ സൗകര്യത്തിന്, അവനവന്റെ സൗകര്യം എന്താണ് അങ്ങനെ ചെയ്യാം. ചിലർക്ക് ഇരുന്ന് ചെല്ലലായിരിക്കും ഇഷ്ടം, അപ്പോൾ അവർ അങ്ങനെ ചെയ്യാം. ചില ആളുകൾക്ക് നിൽക്കാം, അതായിരിക്കും താല്പര്യം, അങ്ങനെയും ചെയ്യാം. ഈ രണ്ട് ശരിയും അതിന് മാർഗമാണ്. ഈ രണ്ട് മാർഗത്തിലും അത് ചെയ്യാം. ഒരു റക്അത്തിൽ 75 വട്ടം, അപ്രകാരം രണ്ടാമത്തെ റക്അത്ത്, അപ്രകാരം മൂന്നാമത്തെ റക്അത്ത്, അപ്രകാരം നാലാമത്തെ റക്അത്ത്. അങ്ങനെ വന്നാൽ അൽഹംദുലില്ലാഹ് 75 തവണ, 300 തവണ. അത് തന്നെ. تقول سبحان الله والحمد لله ولا اله الا الله والله اكبر مرتتل 15 مره ثم تركع فتقول وانت راكع 10 مرات ثم ترفع من الركوع فتقول قائما 10 ثم تسجد فتقول 10 ثم ترفع من السجود فتقولها جالسا 10 ثم تسجد وانت تقولها وانت ساجد 10 ثم ترفع من السجود فتقولها 10 فذلك 75 في كل ركعه. അങ്ങനെ ഇതാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി. അങ്ങനെയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമത്തെ രീതിയും ഉണ്ട്. രണ്ടാമത്തെ രീതിയും ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞല്ലോ, നൃത്തത്തിന് 25 ആക്കുക, ഫാത്തിഹ തുടങ്ങുമ്പോൾ 15, പിന്നെ സൂറത്ത് കഴിഞ്ഞാൽ 10, അങ്ങനത്തെ ഒരു ശൈലിയും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇതാണ് ഈ ആദ്യം പറഞ്ഞ ശൈലിയാണ് ഏറ്റവും നല്ല ശൈലി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ബാക്കിയാവുകയില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. താങ്കളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും, അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു ജീവിതമായിരിക്കും. ആ രൂപത്തിലാണ് ഈ നിസ്കാരത്തെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് എന്റെ ഉപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ ബഹുമാനപ്പെട്ടവരോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഇത് പറഞ്ഞുകൊണ്ട് മഹാന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു ആനത്തിൽ പറയുകയാണ്, ഇനിസ്തതാഅത എന്നിട്ട് 4 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക തന്നെ. ഇനിസ്തതാഅത അൻ തുസല്ലിയ ഫീ കുല്ലി യൗമിൻ മറ, ദിവസം ഒരു വട്ടം ചെയ്യാൻ കഴിയുന്നവർ അത് ഫഅൽ, അത് ചെയ്യണം. ദിവസം ഒരു വട്ടം, വളരെ പ്രധാനപ്പെട്ട അമൽ, പ്രത്യേക അമലാണ്, വളരെ പ്രധാനപ്പെട്ട അമലാണ്. ഫഇല്ലം തസ്തതി, അങ്ങനെ ഒരു ദിവസം ഒരു വട്ടം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ ഫഫീ കുല്ലി ജുമുഅത്തിൻ മറ, ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ചെയ്യും. ഫഇല്ലം തഫഅൽ, ഇനി ഒരാൾ വലിയ തിരക്കുള്ള ആൾക്ക് ആഴ്ചയിൽ നേരം കിട്ടൂല, അതൊക്കെ വളരെ കുറഞ്ഞ ആളെ ഉണ്ടാവുള്ളൂ. ആഴ്ചയിൽ പിന്നെ ചെയ്യാൻ കഴിയാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവർ ഫീ കുല്ലി ഷഹരിൻ മറ, അവർ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാം. ഫഇല്ലം തഫഅൽ, ചില ആളുകൾക്ക് അങ്ങനെയും കഴിയാല, അത്രയും തിരക്കുള്ള ഒരാളാണ് സങ്കല്പിക്കുക എങ്കിൽ അവൻ സനത്തി മറ, കൊല്ലത്തിലൊരിക്കലും ചെയ്യാം. ഇതിൽ ഏറ്റവും നല്ല വിധമാണ് എന്ത്? ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിധമാണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഇത് ദിവസം ഒരു തവണ ചെയ്യാൻ കഴിയാം. ദിവസം ഒരു തവണ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്ന വേണം. ഇഷ്ടം പോലെ ആളുകൾക്ക് ചെയ്യാൻ കഴിയും. അവരെ കയ്യിനൊരു ബർക്കത്തുണ്ടാവും, അവരെ കാലിന് ബർക്കത്തുണ്ടാവും, അവരെ മുഖത്തെ ഒരു ബഹ്ജത്ത് സുറൂർ ഉണ്ടാവും, അല്ലാഹുവിന്റെ പ്രത്യേകമായ ചന്തം ഉണ്ടാവും. അത്തരം വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ട് ആ വീട്ടിലൊരു മുബാറക്കായ വീടായി മാറും. അത്തരം ആളുകൾ അത് ദിവസം ചെയ്യുന്നു. അതിന്റെ സമയം കൂടി കണക്കാക്കിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ കയറി സലാത്ത് തസ്ബീഹും കൂടി ദുആയും കൂടി നിസ്കരിച്ചിട്ട് സലാത്ത് തസ്ബീഹും ചൊല്ലി ദുആ ചെയ്തിട്ട് മാത്രമേ പീടി ഉറക്കാൻ പോകുള്ളൂ. അങ്ങനത്തെ ആളുകളുണ്ട്. നോക്കൂ, അവനത് മതിയാവും. പള്ളിയിൽ കയറി സലാത്ത് തസ്ബീഹും സലാത്തു ദുആയും 4 റക്അത്ത് നിസ്കരിച്ച്, പിന്നെ സലാത്തു തസ്ബീഹ് 4 റക്അത്ത് നിസ്കരിച്ച് അതിന്റെ ദിക്റും കൂടി ചൊല്ലി എന്നിട്ട് പീടി തുറക്കാൻ പോകുകയാണെങ്കിൽ ആ പീടിയ മുബാറക്കായിരിക്കും. കൈ തലയൊക്കെ വെച്ചിട്ട് കരയേണ്ട ഒരു ആവശ്യമൊന്നും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരൂല. ഇനി ഒരു കാര്യത്തിന് അല്ലാഹു തആല ആ കട അല്ലാഹു തആല അത് നഷ്ടത്തിലായാൽ അതിനേക്കാൾ വലിയ ലാഭം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാലോ. ഒരു മനുഷ്യനെ കച്ചവടത്തിന്റെ കാര്യത്തിൽ, കച്ചവടത്തില് ഒരു നല്ല ജീവിതം കഴിഞ്ഞു പോകുന്ന ഒരു കച്ചവടമായിരുന്നു, നല്ലൊരു സ്വാലിഹായ മനുഷ്യൻ. അങ്ങനെ ആ കച്ചവടത്തിന് വേണ്ടി അള്ളാഹു ഈ കച്ചവടം വർദ്ധിപ്പിച്ചു തരാൻ ഞാൻ ദുആ ചെയ്തു. പക്ഷെ സംഭവിച്ചത് കച്ചവടം കൂട്ടിപ്പോയി. എന്നാലും അദ്ദേഹം വിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിടൂല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കച്ചവടം കൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം കച്ചവടം കൂട്ടിപ്പോയി. പക്ഷെ പിന്നെന്താ ഉണ്ടായിരുന്നാൽ അതേ കച്ചവടം വേറെ സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരാഴ്ചക്കുള്ളിൽ ഒരാൾ പെട്ടെന്ന് വിളിച്ച് അവനോട് കാര്യങ്ങൾ ചെയ്തു, വേഗം. അത് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാൾ. ഒരാഴ്ച കഴിഞ്ഞു ആ മറ്റൊരു സ്ഥലത്ത് പോയി ആ കച്ചവടം സെറ്റ് ചെയ്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, പൊടി പാറിയ കച്ചവടം, വളരെ വലിയ റാഹത്ത്, നല്ല ജോലിക്കാര്, നല്ല റാഹത്ത്, വലിയ സന്തോഷം, ആദ്യത്തെ 3 ഇരട്ടി വരുമാനം. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയും
അപ്പൊ ഒരു കാര്യം നിലച്ചു പോയാൽ തന്നെ അതിനേക്കാൾ വലിയ തുറക്കാൻ വേണ്ടി അള്ളാഹു തആല അത് ചെയ്യുള്ളൂ. ഇത്തരം അടിമകൾക്ക് കുഴങ്ങൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായി ചിന്തിക്കുക. തസ്ബീഹ് നിസ്കാരത്തിന് അതിൻ്റെതായ ഫളലുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. ലാ യസ്മഉ ബിഅളീമി ഫളലിഹാ വമിൻ സമ്മ ഖാല ബഅദുൽ മുഹഖഖീന, ചില മുഹഖഖീങ്ങളായ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആര് പറയാണ്? ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തുകയാണ്, എന്റെ വകയല്ല. എന്താ പറഞ്ഞത്? ലാ യസ്മഉ ബിഅളീമി ഫളലിഹാ വയത്റുകുഹാ ഇല്ലാ മുഹാബിനും ബിദ്ദീൻ ഇല്ലാ മുതഹാബിനും ബിദ്ദീൻ. ഇതറിഞ്ഞിട്ട് ഈ കാര്യത്തെ ഒരാൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ദീനിനെ നിസാരപ്പെടുത്തിയ ആളുകൾക്കല്ലാതെ അത് ചെയ്യാൻ കഴിയൂല. എന്തുകൊണ്ട്? അതിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട്, അത്രയും വലിയ നേട്ടം അതിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അത്രയും ഫضലുള്ള കാര്യമാണത്. ഇതൊരാൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല മഹാന്മാർ രേഖപ്പെടുത്തുന്ന വേറൊരു വാക്ക് കേൾക്കൂ. വഹിയ മിൻ അഅളമി അബ്വാബിൽ ഫറജി, അഭിവൃദ്ധി വരാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് സ്വലാത്തു തസ്ബീഹ്. മിൻ അഅളമി അബ്വാബിൽ ഫറജി വസ്സുറൂറി, അഭിവൃദ്ധിയും വരും. അഅളമു അബ്വാബിൽ ഫറജി, ഒരു മനുഷ്യന് അഭിവൃദ്ധി വരാനും വസ്സുറൂറി, സന്തോഷം എപ്പോഴും ഇങ്ങനെ അലയടിച്ച് നിൽക്കുക, എപ്പോഴും സുസ്മേരവദനായി നിൽക്കുക, മുഖം എപ്പോഴും ഗ്രഹണം ബാധിച്ചിട്ടില്ല, സന്തോഷകരമായ മുഖം, ഒരു പ്രശ്നമില്ല, എൻ്റെ റബ്ബ് എനിക്കുണ്ട്, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു മനസ്സിങ്ങനെ ഒരു പ്രത്യേകമായ ഒരു പൂങ്കാറ്റ് ഹൃദയത്തിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പൂങ്കാറ്റ് ഇങ്ങനെ, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. ഒരു പൂങ്കാറ്റ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇന്നലില്ലാഹി ലനഫഹാത്തിൻ, അല്ലാഹുവിന്റെ പ്രത്യേകമായ ചില സുഗന്ധങ്ങൾ, ചില പ്രത്യേകമായ സുഗന്ധങ്ങൾ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കാറുണ്ട് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ അടിമകളെ ഹൃദയത്തിലേക്ക് ആ സുഗന്ധം ഇങ്ങനെ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ആ സുഗന്ധത്തിൽ അവൻ അങ്ങനെ സന്തോഷിച്ചു കഴിയും. എപ്പോഴും ആര് കണ്ടാലും എന്തോ ഒരു ബഹുജത്താണ്, എന്തൊരു മുഖപ്രസന്നതയാണ് മുഖത്തിന്. ഇല്ലായും വല്ലായും പറയാനായിട്ട് ചില ആളുകളുണ്ട്, ഒന്നും ചെയ്യൂല, ഇല്ലായും വല്ലായും മാത്രം പറയും. എന്താണെങ്കിലും പഠിച്ച മനുഷ്യന്മാർ പോലും അങ്ങനെ, പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയും. പഠിച്ച മനുഷ്യന്മാർ വരെ, കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിവരമുള്ള മനുഷ്യന്മാർ വരെ അള്ളാഹിനോട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യൂല. എന്നിട്ട് നാട്ടുകാരെ കാണുമ്പോൾ ഇല്ലായും വല്ലായും പറയും. ഒക്കെ പ്രയാസമായിരിക്കും. മകളെ കെട്ടിച്ച പ്രയാസം, കെട്ടിക്കാത്ത വേറെ പ്രയാസം, കെട്ടിച്ചോളത് വേറെ പ്രയാസം, കച്ചവടം തുടങ്ങിയവന് നഷ്ടമായത് അവന്റെ വേറെ പ്രയാസം, ഗൾഫിൽ പോകാൻ നിൽക്കുന്നവന് പോകാൻ സൗകര്യമില്ലാത്ത പ്രയാസം, പോയവന് അവിടെ അറബിന്റെ ചതി കുടുങ്ങിയ പ്രയാസം വേറെ, വിസ കൊടുത്ത് പൈസ കൊടുത്ത് കാത്തു നിൽക്കുന്നവന് വിസന്റെ പൈസ അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല എന്നൊക്കെ ആയ പ്രയാസം വേറെ. ഇങ്ങോട്ട് ശരീരത്തിന്റെ അനാരോഗ്യത്തിന്റെ പ്രയാസം വേറെ, വീട്ടിലെ കുടുംബത്തിന്റെ പ്രയാസം വേറെ, മസാലപ്പൊടിയക്കാരൻ പൈസ വെച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിന്റെ പ്രയാസം വേറെ. ചുരുക്കത്തിൽ പകൽ പ്രയാസം. വിവരമൊക്കെ ഉണ്ട്, നല്ല വിവരമുണ്ട്, സംഗതിയൊക്കെ ഉഷാറാണ്, വിവരമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പണിയെടുക്കൂല. അതുകൊണ്ട് കണ്ട മനുഷ്യന്മാരും മുന്നിൽ മുഴുവനും ഭക്ഷണത്തിന് എങ്ങനെ പറഞ്ഞു നടക്കും. അങ്ങനത്തെ ആളുകൾ നമ്മളെ നാട്ടിൽ. എന്നാൽ ചില ആളുകളുണ്ട്, അവർ പള്ളി മുക്കിരിക്കും, അല്ലെങ്കിൽ മദ്രസയിലെ 1ാം ക്ലാസ്സിലെ അധ്യാപകനായിരിക്കും, പാവം മനുഷ്യനാണ്, എന്നാലോ ഭയങ്കര സന്തോഷമാണ്, എപ്പോഴും സന്തോഷം. പള്ളിയിലെ മുക്രിയാണ്. ഒരു സാലിഹായ മനുഷ്യൻ ഒരിക്കലും എന്നോട് പറഞ്ഞത്, വളരെ സാലിയ മനുഷ്യൻ. ഒരു പള്ളിയിലെ ചെറിയൊരു പണിയെടുക്കുന്ന ഒരു സാലിഹായ മനുഷ്യൻ ഒരിക്കലും എന്നോട് പറയാണ്, ഭാര്യ എന്തൊരു കാര്യം പറഞ്ഞാലും അങ്ങനത്തെ കാര്യം പറയുള്ളൂ. വീട്ടിൽ ഞാൻ ആഴ്ചയിൽ ഒന്നാം ചെന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവർക്ക് പറയാണ്ടാവും. അതൊക്കെ പറയുമ്പോഴും അതിനൊക്കെ പൈസ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ എന്നോട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ കക്കാനായിട്ട് പോകുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. കാരണം എനിക്ക് പള്ളിയിൽ ചെറിയൊരു പണിയുള്ളൂ എന്ന് അവൾക്കറിയാം. ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു, എന്താ ഇതിൻ്റെ റബ്ബ് തരികയാണ്. അവർ പറയുന്ന ഉദ്ദേശം വലിയൊന്നും അവർ പറയൂല. കാരണം ഇങ്ങനത്തെ മനുഷ്യന്മാർക്ക് ഒതുങ്ങുന്ന കുടുംബം അല്ലാഹു തആല കൊടുക്കും. വല്ലാതെ മേലെണ്ണം വീട് രാവിലും ആഴ്ചയിൽ പിന്നെ വാഹനം മാറ്റാനൊന്നും ആ കുടുംബം പറയില്ല. ഒതുങ്ങിയ ഈ അങ്ങനത്തെ ഭർത്താക്കന്മാർക്ക് അതിനനുസരിച്ചുള്ള ഭാര്യമാരുണ്ടാവുമല്ലോ. തൊയ്യബീനാണല്ലോ, നല്ലവർക്ക് നല്ല ഭാര്യമാരുണ്ടാവുമല്ലോ. തൊയ്യബാത്തി, നല്ല പെണ്ണുങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാരുണ്ടാവും, നല്ല ഭർത്താക്കന്മാർക്ക് നല്ല ഭാര്യമാരുണ്ടാവും. നമ്മൾ നന്നാരാണെങ്കിൽ യഥാ രാജാ തഥാ പ്രജ. പക്ഷെ പണിയെടുക്കാൻ തയ്യാറാവില്ല. ഒരു സാധുവായ പള്ളിയിൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് അത്ഭുതകരമായി പറയാണ്, ഉസ്താദെ ഒരിക്കൽ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, മറ്റേ കക്കം പോണുണ്ട്, എന്തിനു ചോദിച്ചാൽ നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടുന്നത് എന്ന്. അവർ ചെറിയ കാര്യം ചോദിക്കണോളൂ. പക്ഷെ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന്റെ ശമ്പളം കൊണ്ടത് നടക്കില്ല.
എന്നാ ഈ മനുഷ്യന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും ചെയ്യും. അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി മഹാന്മാർ രേഖപ്പെടുത്തിയ അബ്ദുൽ ഖൈസ് എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാൻ എന്ത് ചെയ്യും, എപ്പോഴും കുപ്പായത്തിന് ഇങ്ങനെ എന്താ പറഞ്ഞാലും ആർക്കും ദിർഹം എടുത്തു കൊടുക്കും. എവിടുന്ന ദിർഹം ഈ കുപ്പായത്തിൽ വരുന്ന ആരും അറിയില്ല എന്നതുപോലെ അത് കറാമത്താകും. പക്ഷെ ഇത്തരം മനുഷ്യന്മാർക്ക് സ്വാഭാവികമായി കറാമത്തുണ്ടാവും. ആ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവരെ കുപ്പായം പൊടിയലാവൂല, അവർക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണ്ടവരൊക്കെ അവര് നല്ലതായി കാണും. സ്ഥലം വരക്കെന്ന് പറയും. ഇവർ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് അവരും സന്തോഷിപ്പിക്കും. വേണ്ടാന്ന് സന്തോഷിപ്പിക്കും. നീ വേണ്ടാന്ന് പറഞ്ഞാലും സന്തോഷിപ്പിക്കും. എന്തുകൊണ്ട്? ഒരു ജാപത്തുള്ള മനുഷ്യനാണെന്നറിയാം. അപ്പൊ അതുകൊണ്ട് സന്തോഷിപ്പിക്കും. ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ പോയി വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിയാണ് വീട്ടിൽ പോയത് ഈ പാവപ്പെട്ട മുക്രിയ മനുഷ്യൻ. പിന്നെ ചില കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. ഒന്ന് കുടുംബ വീട്ടിൽ പോയി ഒന്ന് സന്തോഷിപ്പിക്കണം. ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിന് അപ്പുറത്ത്. അപ്പൊ ആ പെണ്ണിന്റെ പ്രസവത്തിന്റെ ചില സാന്തോഷിക്കും പാരിതോഷികങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ കൊടുക്കണം. അതൊന്നും ഈ പള്ളിയെ പണിയുണ്ടെന്ന് ഈ മുക്കിൽ പണിയുണ്ടെന്ന് അയാൾക്ക് നടക്കില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇയാളെ കയ്യിലുണ്ടാവും. എന്തുകൊണ്ട്? ഇയാളെ പറയാണ് ഞാൻ രാത്രി കുറഞ്ഞ നേരം ഉറങ്ങുള്ളൂ, പിന്നെ കൈലൂരത്തിന്റെ ഉറക്കം ഉറങ്ങും, ബാക്കി പള്ളിയിൽ അങ്ങനെ കൂടും. രാവും പകലും റാഹത്ത് സന്തോഷം. നിങ്ങളൊന്ന് ആലോചിക്കുക. അതേ സമയത്ത് കുറഞ്ഞ വിവരം ഇയാൾക്കുള്ളൂ, പക്ഷെ ഈ വിവരം ഇയാളെ ഹയാത്താക്കും. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നല്ല വിവരമുണ്ട് പക്ഷെ ഒരു പണിയെടുക്കില്ല. ആ ഫർനിസ്കാരം നിസ്കരിക്കുന്നല്ലാത്ത വേറെ പരിപാടിയില്ല. എന്നിട്ടോ നാട്ടുകാരോട് മുഴുവനും ഇല്ലായും പറയുന്ന മനുഷ്യന്റെ ദുരന്തം എത്രയായിരിക്കും. നമ്മളെ കാര്യം നമ്മള് ഇത് നമ്മൾ ദിവസം ചെയ്യേണ്ടതിലും പെടുത്ത, ആഴ്ചയിൽ ചെയ്യേണ്ടതിലും പെടുത്ത, ആഴ്ചയിൽ ചെയ്യേണ്ടതിൽ പെടുത്ത, ആഴ്ചയിൽ ചെയ്യേണ്ട ഒരു പ്രത്യേക അമല്, ദിവസം ചെയ്യേണ്ട പ്രത്യേക അമല്. ഇത് ഞായറാഴ്ച ചെയ്യണം, ഇത് തിങ്കളാഴ്ച ചെയ്യണം, ഇത് ചൊവ്വാഴ്ച ചെയ്യണം, ഇത് ബുധനാഴ്ച ചെയ്യണം, ഇത് വ്യാഴാഴ്ച ചെയ്യണം, ഇത് വെള്ളിയാഴ്ച ചെയ്യണം, ഇത് ശനിയാഴ്ച ചെയ്യണം. ഇതിൽ അങ്ങനത്തെ പ്രധാനപ്പെട്ട അമൽ ഇനി ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയാക്കാൻ, അത് അല്ലാഹു തആലക്ക് പ്രധാനപ്പെട്ട സംഗതിയുമാണ്. ഒന്ന് ശ്രമിച്ചു നോക്ക്. അബ്വാബിൽ ഫർജി, മനുഷ്യന് അഭിവൃദ്ധി വരാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്നാണ് ഈ മാർഗം എന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വകാന അബ്ദുല്ലാഹി മുബാറക് യഫഅലുഹാ വതദാവലഹ സ്വാലിഹൂന ബഅദുഹും മിൻ ബഅദിൻ. എല്ലാവരും സാലിഹ്യങ്ങളായ ആളുകളെല്ലാം ഇത് ചെയ്തു പോയിരുന്നിട്ടുണ്ട്. ഇതിൽ വലിയ ഫദ്ലുണ്ട്, ഇതിൽ വലിയ മഹത്വമുണ്ട്, വലിയ നേട്ടമുണ്ട്, വലിയ നേട്ടങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. മുൻഗാമികളായ സ്വാലിഹ്യങ്ങൾ പതിവായി ഇത് അനുഷ്ഠിച്ചു പോരുന്ന പതിവുണ്ടായിരുന്നു. അതെല്ലാം എന്നും ചെയ്യാൻ കഴിയും. വലിയ നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരട്ടെ. അതേപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട അമൽ എന്താണത്? വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ ഒരു അമലുണ്ട്. എന്താ? ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കാല് തെറ്റുന്നതിന് മുമ്പ് ആ ഇരുത്തത്തിലിരിക്കാം. വല്ലാത്ത നേട്ടം ഉണ്ടാവും. ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ് വൽ മുഅവ്വദതൈൻ സബ്അൻ സബ്അ. ഫാത്തിഹ 7 വട്ടം ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് 7 വട്ടം ഓതുക, ഫലഖ് 7 വട്ടം ഓതുക, നാസ് 7 വട്ടം ഓതുക. ഫാത്തിഹ 7, ഖുൽ ഹുവല്ലാഹു അഹദ് 7, ഫലഖ് 7, നാസ് 7. ഇതൊരു ആഴ്ചയിൽ അത് എല്ലാ നേട്ടത്തിനും മതിയാവും. എല്ലാ നേട്ടത്തിനും അത് മതിയാകും. എല്ലാ ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ. എന്നാൽ ഞാൻ ആ ഭാഗത്തേക്ക് വരും, ജുമുഅയിലേക്ക് പെടുത്തുന്നതിന് മുമ്പ്. എന്നാൽ ഇത് ജുമുഅക്ക് മാത്രം ചെയ്യേണ്ടതാണോ? അല്ല. ജുമുഅ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ പറയും ഞങ്ങൾ ജുമുഅക്ക് പോണില്ലല്ലോ. എന്നാൽ ഇത് ജുമുഅക്ക് മാത്രമല്ല, ഇത് എല്ലാ വഖത്തിലും ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ഒരു പ്രത്യേക അമലാണ്. എല്ലാ ദിവസവും. ഇനി ഒരാൾക്ക് ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമേ ചെയ്യാൻ കഴിയൂ, വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യാൻ കഴിയോ? ചെയ്യാം. ശ്രദ്ധിക്കൂ, ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിൽ നിന്ന് തന്നെയാണ്. മുഹിമ്മത്തുൻ യുസന്നു അൻ യഖറഅഹ. ഈ ബഹുമാനപ്പെട്ട ഫാത്തിഹയും അതേപോലെ തന്നെ ഇഖ്ലാസ് മുഅവ്വദതൈനിയും 7-7-7 എന്ന കണക്ക് അത് ഓതൽ സുന്നത്താണ്. ബഅദ കുല്ലി മക്തൂബത്തിൻ, എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം. ഓഹോ, അപ്പൊ പെണ്ണും ഒഴിവില്ല. വെള്ളിയാഴ്ച ചെയ്യാൻ കഴിയും പെണ്ണിന്, ഒരിക്കലേ ചെയ്യാൻ കഴിയും വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ചെയ്യാം. ഇത് വെള്ളിയാഴ്ച ജുമുഅക്ക് മാത്രമുള്ള അമലും അല്ല. ഇത്
അതിനെ ഓതൽ സുന്നത്താണ്. ബഅദ കുല്ലി മക്തൂബത്തിൻ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും. എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞാലും എന്ത് ചെയ്യാം? 5 വക്തിലും. ഇത് 5 വക്തിലും, ആഴ്ചയിലെ ഓരോ ദിവസവും 5 വക്തിലും ചെയ്യാം. അതിനൊരാൾക്ക് കഴിഞ്ഞില്ലേ, എന്നാ ജുമാന്റെ ശേഷം ആണുങ്ങൾ പള്ളിയിൽ നിന്ന് ചെയ്തോളൂ, ളുഹറിന് ശേഷം വെള്ളിയാഴ്ച ളുഹർ സ്കെച്ചിട്ട് പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തോളൂ. വളരെ വലിയ നേട്ടമുണ്ടാവും. എന്ന് മാത്രമല്ല, അള്ളാന്റെ അടുക്കൽ മുഖറബാകും. ദുനിയാവിലെ പ്രയാസം അള്ളാന്റെ അടുക്കൽ മുഖറബാകും. 5 വക്തിലും ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ കാര്യം. ഫാത്തിഹയുടെ പ്രാധാന്യം നേരത്തെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഖുർആൻ ചികിത്സയിൽ ഫാത്തിഹയുടെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം. ഇനി ആയിരക്കണക്കിന് ഭാഗങ്ങളുണ്ട്. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്, അതിന്റെ ഒരു മഹത്വം പറയും വേണ്ട. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകമായി ഇപ്പൊ പറയാതിരുന്നത്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. നിസ്കാരം കഴിയാ ആ ഇരുത്തടിരിക്കുക, എന്നിട്ട് 7 അപ്പോൾ പിന്നെ ചോദ്യം, ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ സാധാരണ ജമാഅത്ത് ചെയ്യേണ്ട അമൽ ചെയ്യാം. അതിന്റെ ദുആയിൽ വരെ പങ്കെടുത്തതിന് ശേഷം എണീറ്റ് പോകുന്നതിന് മുമ്പ് അമൽ ചെയ്ത് എണീറ്റോളൂ. അമൽ ചെയ്ത് എണീറ്റാൽ മതി. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം അത് ചെയ്താൽ വലിയ അഭിവൃദ്ധി ഉണ്ടാവും. ഇത് ആഴ്ചയിൽ ദിവസം ചെയ്യാൻ കഴിയുന്നവർക്ക് ദിവസം തന്നെ ചെയ്യാം, ആഴ്ചയിലെ ഓരോ ദിവസവും. ഇനി ഒരാൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ജുമാക്ക് ചെയ്യാൻ കഴിയും, എന്നാ അങ്ങനെ ചെയ്യാം. എന്താണെങ്കിലും അള്ളാഹുവിന്റെ മുഖറബാകാൻ കഴിയും. ഈ കാര്യങ്ങൾ നമ്മൾ തുടർത്തിക്കൊണ്ടുപോയാൽ എന്നാണ് ചില റിവായത്തിലുള്ളത്. ഒരു പ്രയാസം അവനെ ബാധിക്കുകയില്ല. ഇത് ദായിമായി ഒരാൾ ചെയ്താൽ ഒരു പ്രയാസം അവനെ ബാധിക്കുകയില്ല. ഒരു പ്രയാസം ബാധിക്കൂല. വളരെ നമ്മളതൊന്ന് ചിന്തിച്ചു നോക്കൂ. നാട്ടുകാരോടില്ലായി പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇത് എന്നാ ഒന്നും ഇല്ലാത്തവനാണ്. ഇല്ലാത്ത ചില ആളുകളെ എനിക്കറിയാം, ഉള്ളവരെ പോലെ ജീവിക്കും. ഉള്ളവരെ എനിക്കറിയാം, ഇല്ലാത്തവരെ പോലെ ജീവിക്കും. ഈ 2 ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന ചില ആളുകളുണ്ട്. സത്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ അവർ നാട്ടിൽ എല്ലാവരും ജീവിക്കുമ്പോൾ അവർ ജീവിച്ചു പോകുന്നുണ്ട്. കടമില്ല, പ്രയാസമില്ല, ബേജാറില്ല, ബത്തപ്പാടില്ല, പഞ്ചായത്തിൽ വില്ലേജിൽ കൊണ്ടുപോയിട്ട് റെക്കോർഡ് ഹാജരാക്കേണ്ട പ്രശ്നമില്ല. അങ്ങനത്തെ റെക്കോർഡൊന്നും അവർക്കില്ല. പിന്നെയോ അക്ഷയ പോയിന്റ് രാവുമ്പാകിൽ കയറി ഇറക്കേണ്ട പ്രശ്നമില്ല. അതൊന്നും അവരുടെ കയ്യിലില്ല. അതൊന്നുമില്ല. ഇടക്കിടക്ക് ആധാരമൈത്ത് ഓഫീസിൽ പോകേണ്ട ആവശ്യമോ കണ്ട അധികാരിയെ കണ്ട അങ്ങനെ വില്ലേജ് അധികാരിയെ അങ്ങനെ ഒരു പ്രശ്നം അവർക്കില്ല. അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ടൊന്നുമില്ല. എന്നാലോ കുബേരന്മാര് ജീവിച്ചതുപോലെ അവർ മാന്യമായി നല്ല റാഹത്തുള്ള വസ്ത്രം ധരിച്ച് അങ്ങനെ മാന്യമായി ജീവിക്കുന്ന ആളെ എനിക്കറിയാം. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളെ എനിക്കറിയാം. ഒരില്ലായ്മ പറയാം, അതൊന്നും ഇല്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകും. എന്നാൽ ചില ആളുകൾ വേറെ അല്ലാഹു അവർക്ക് എല്ലാ നിഅമത്തും കൊടുത്തു. പക്ഷേ പെരുന്നാളിനൊന്നും പൈസ ഉണ്ടാവില്ല, ഇറച്ചി കടം വാങ്ങേണ്ടി വരും. അങ്ങനത്തെ ആളുകളെയും എനിക്കറിയാം. വീടില്ലേ ഉണ്ട്, മുതലില്ലേ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തോ ആയിട്ടൊരു വിഷയത്തിന് പൈസ കൊണ്ട് എത്തിക്കൂടൂല, അപ്പോഴും കടം വാങ്ങേണ്ടി വരും. അപ്പൊ ഇവിടെ വിഷയം എന്താ വിഷയം? അള്ളാഹുവിന്റെ പൊരുത്താണ് അടിമയുടെ വിഷയം. അള്ളാഹിന്റെ പൊരുത്തം അടിമക്ക് കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഫതഹ് നമുക്ക് തരട്ടെ. ഫത്താഹ റബ്ബ് അവന്റെ കൈയും ഞാനാകും, അവന്റെ കാലും ഞാനാകും. ഇത് ദിവസവും ചെയ്യാ, ആഴ്ചയിലും ചെയ്യാ. ഒന്ന് ശ്രമിച്ചു നോക്ക്, വലിയ നേട്ടമുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. ലോകത്തെ ഏറ്റവും വലിയ ഫഖീറായി ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. പക്ഷേ എന്താ പറഞ്ഞ മുബാറക്കാണ്, തൊട്ടടുത്തൊക്കെ വർക്കത്താണ്, എന്തുകൊണ്ട് അത്രയും വലിയ ആളാണ് മുത്തുനബി. എവിടെ തൊട്ട അവിടെ വർക്കത്താണ്, എവിടെ തൊട്ട അവിടെ വർക്കത്താണ്. ഒരാളോട് ഇല്ലായ്മ പറയേണ്ട ആവശ്യം ഹബീബാ റസൂലുള്ളാഹിക്കില്ല. പിന്നെ ഹബീബാ റസൂലുള്ളാഹിക്ക് നാട്ടിനെ പോലെ ജീവിക്കുന്ന ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു ജീവിതം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. എന്നാൽ ഫഖീറായ ആരോ മുന്നിലും ജീവിതത്തിൽ കൈകാട്ടിയിട്ടില്ല മുഹമ്മദ് മുസ്തഫ. ഈ അമൽ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടും 7 ഫാത്തിഹ, 7 ഖുൽ ഹുവല്ലാഹു അഹദ്, 7 ഫലഖ്, 7 നാസ്. അതേപോലെ തന്നെ ആയത്തുൽ കുർസി. എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ആയത്തുൽ കുർസി അത് നമ്മൾ ദായിമാക്കും. അതുമാത്രമല്ല, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്.
എന്ന് തുടങ്ങുന്ന ആല ഇമ്രാനിലെ 18-ാമത്തെ വചനവും, അതായത് എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? 7-7-7-7 ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തിന് ഓതിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യാ? ആയത്തുൽ കുർസി ഒക്കെ നേരത്തെ ഓതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടാൽ മതി. ആയത്തുൽ കുർസി ഒരു ഫർദ് നിസ്കാരത്തോടനുബന്ധിച്ച് ശേഷം ഓതുക. പിന്നെ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലഹു എന്ന ബഹുമാനപ്പെട്ട ആല ഇമ്രാനിലെ 18-ാമത്തെ ആയത്തും ഓതുക. എന്നാൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്ന സംഗതിയാണ്, വലിയ നേട്ടം അവനുണ്ടാക്കും. ഇത് ദിവസം ചെയ്യാം, ആഴ്ചയിലും ചെയ്യാം. ആഴ്ചയിലെ ആണുങ്ങൾക്കാവുമ്പോൾ ജുമാ നിസ്കാര ശേഷം ചെയ്യാം, പെണ്ണുങ്ങൾക്കാകുമ്പോൾ ഒരു നേരത്തെ തിരഞ്ഞെടുത്താണ് വെള്ളിയാഴ്ച ശേഷം. ഇത് എന്തുകൊണ്ട്? ഇനി എല്ലാ ദിവസവും ചെയ്യാൻ സുന്നത്താണ്. ഞാൻ വെള്ളിയാഴ്ച നല്ല പെണ്ണുങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. ഒരു സമയത്ത് ഒരാഴ്ചയിൽ ഒരിക്കലേ ചെയ്യാൻ കഴിയും, അങ്ങനെ ചെയ്തോളൂ. പക്ഷെ എല്ലാ ദിവസവും ചെയ്യാൻ കഴിയും. ഇനി ചെയ്യാൻ കഴിയുന്ന അത്ര ചെയ്യാം.